നമ്മളുടെ ഏറ്റവും നല്ല മെന്റർ, ഏറ്റവും നല്ല ടീച്ചർ ആരാ? പാരന്റ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ, കൊളീഗ്സ് ആണോ, ടീംമേറ്റ്സ് ആണോ? ആരുമല്ല. ഇറ്റ്സ് ജസ്റ്റ് അസ്. നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാരോട് ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് ഗ്രേഡിങ്. ഓക്കെ, ദേഷ്യമാണ് നിങ്ങൾക്ക് കൂടുതലെങ്കിൽ, ഇറിറ്റേഷനാണ് നിങ്ങൾക്ക് കൂടുതലെങ്കിൽ, ഇതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വീട്ടിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ഹെൽപ്പ് മെത്തേഡാണ് ഈ സെൽഫ് ഗ്രേഡിങ്. ഇതെന്നെ എങ്ങനെയാണെന്ന് ഞാനത് പറഞ്ഞുതരാം. എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾ, ഇപ്പം നിങ്ങൾ കാണാൻ പറ്റുന്ന തരത്തിൽ ഇതേപോലെ നിങ്ങളൊരു കോളം വരച്ചു വെക്കുക. ഓക്കെ, ഒരു വശത്ത് ഇച്ചിരി വീതിയുള്ള ഒരു കോളം, ഇപ്പുറത്തെ വശത്ത് ഒരു ഗ്രേഡിങ്ങും. എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു രാവിലെ നിങ്ങൾക്കായിട്ടൊരു കുഞ്ഞു ഡയറി നിങ്ങൾ വെക്കുക. ആൻഡ് ഡോണ്ട് ഷോ ഇറ്റ് ടു എനിബഡി. യു ക്യാൻ ഈദർ ബേൺ ഇറ്റ് ഓഫ് ഓർ യു ക്യാൻ ടയർ ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പിന്നെ വന്ന് നോക്കാൻ ആരും ഇത് കാണിക്കേണ്ട കാര്യമില്ല. എന്നാ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പം നല്ല ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങളൊരു സെൽഫ് അസസ്മെന്റ് നടത്തി അത് 1 തൊട്ട് 10 വരെയുള്ള ഒരു ഗ്രേഡ് ഒന്നാക്കുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻസൈറ്റിക്കും ആങ്കറിനും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഓഫീസിലാണോ, വീട്ടിലാണോ, വൈഫിൻ്റെ അടുത്താണോ, ഹസ്ബൻഡിൻ്റെ അടുത്താണോ, മക്കളുടെ അടുത്താണോ, അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്താണോ, ഇത് നിങ്ങൾ സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു തരത്തിൽ ഇപ്പം നിങ്ങളൊന്ന് ദേഷ്യപ്പെട്ടു ഓടിപ്പോയി എഴുതണമെന്നല്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിൽ തന്നെ ഒന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് കാര്യത്തിനാണ് അവിടെ ദേഷ്യപ്പെട്ടത്, ആ ദേഷ്യപ്പെട്ട കാര്യം നിങ്ങൾ അവിടെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് 1 മുതൽ 10 വരെ ഉള്ള ഒരു ഗ്രേഡിൽ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ, നന്നായിട്ടൊക്കെ ദേഷ്യപ്പെടുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 8 വരെ കൊടുക്കാം. തിരിച്ചും എടുക്കാം, 2 റിവേഴ്സ് ആയിട്ട് നമ്മളിത് കൊടുക്കാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ യുവർ കംഫർട്ട് സോൺ. അപ്പൊ അത് നിങ്ങളെന്ന് ഗ്രേഡ് ചെയ്യുക. ഇനി വളരെ കുറച്ചാണെങ്കിൽ അതിന്റെ ഗ്രേഡ് കുറയ്ക്കും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, സത്യം പറഞ്ഞാൽ ഒരു 10-20 ദിവസം ഇത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് യു. നല്ല ബെനിഫിഷ്യൽ ആണ്. അപ്പൊ എന്താ വെച്ചാൽ, നിങ്ങൾ ആ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങളൊന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പോൾ, ഇന്ന് ഞാൻ എത്ര തവണയാണ് എനിക്ക് ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ദേഷ്യത്തിലേക്ക് വന്നത്, ഇത് ഞാൻ കുറയ്ക്കാൻ എനിക്ക് ഏതൊരു റെസ്പോൺസ് എനിക്ക് അപ്ലൈ ചെയ്താൽ പറ്റും. ഇവിടെ നിങ്ങളെ തന്നെ നിങ്ങളുടെ ആ ഒരു തിങ്കിങ് പ്രോസസ്സിന് നിങ്ങൾ റീഫ്രെയിം ചെയ്യുവാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ നെഗറ്റീവ് ആയിട്ടാണോ, ഞാൻ കേൾക്കാതെ ഞാൻ കയറിയപ്പോൾ പറഞ്ഞിട്ടാണോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ദിവസത്തിൽ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കുക. സെൽഫ് ഗ്രേഡിങ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് കേട്ടോ. നല്ലതായിട്ട് ചേഞ്ച് വരും. പലതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. വർക്കിംഗ് പ്ലേസിന് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, കുഞ്ഞുങ്ങളുമായിട്ടുള്ളതിന് വേറെ ഡിവൈഡ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ യുവർ കംഫർട്ട് സോൺ യു ക്യാൻ മേക്ക് ഡിഫറെന്റ് കോളംസ്. എന്നിട്ട് ഒരു 3 or 4 days കഴിയുമ്പോഴത്തേക്ക് ഇത് തിരിച്ചൊന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഈ പറയുന്ന പോലെ വളരെ സിവിയർ ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള ഗ്രേഡിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഐ ജസ്റ്റ് തോട്ട് ഐ ഷുഡ് മേക്ക് എ വീഡിയോ. സെൽഫ് ഹെൽപ്പ് മെത്തേഡ് നോക്കിയിട്ട് മാത്രം പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതല്ലേ നല്ലത്. ട്രൈ ഇറ്റ് ഔട്ട്.